വെൽക്കം ടു എജ്യൂപോർട്ട്. നിങ്ങളുടെ സ്വന്തം സ്വാതി മിസ് ആണ്. ദേ ക്രിസ്മസ് എക്സാം എത്തിയിട്ടുണ്ട്, തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഓരോ ചാപ്റ്റർ അല്ലേ? അങ്ങനെയാ മിസ് വിചാരിക്കുന്നത്. റെഡി? അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബൈസിക്കിൾ തീവ്സ് അല്ലെ? ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അതെന്തായിരുന്നു? കഥയായിരുന്നോ കവിതയായിരുന്നോ? ദേ പിക്ചർ നോക്കിയേ, നിങ്ങൾക്ക് പിക്ചർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. ആ പേരിൽ തന്നെ ഉണ്ട് ബൈസിക്കിൾ തീവ്സ്. എന്തായിരുന്നു ചാപ്റ്റർ? കഥയും കവിതയും ഒന്നും അല്ലായിരുന്നു, ഒരു ഫിലിമി ലേഖായിരുന്നു. ഫിലിം ലേഖനം അല്ലെ? ചലച്ചിത്ര ലേഖനമായിരുന്നു. സിനിമ കഥയാണ്. എന്താണ് സിനിമയിൽ നടന്നിട്ടുള്ളത്? അതൊരു കഥ രൂപത്തിൽ. അതാണ് എന്തെന്ന് പറയുന്നത്? ഫിലിമി ലേഖ എന്ന് പറയുന്നത്. ഓക്കെ, ഫിലിമി ലേഖ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചാപ്റ്ററിൽ അല്ലെ? ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓ 4 പേജിലും 5 പേജിലും ഒക്കെ ഉണ്ടല്ലോ, കുറച്ചധികം ഉണ്ടല്ലോ, ഇത് ഒരുപാട് വലിയ ചാപ്റ്റർ ആണല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഷോർട്ട് ആക്കിയിട്ട് മിസ് ഇതേ ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ കാര്യം പറഞ്ഞു തരാം. എന്താണ് ആ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ആ ചാപ്റ്ററിലെ കഥ എന്ന് മിസ് പറഞ്ഞു തരാം. എല്ലാവരും റെഡി ആണല്ലോ? നോക്കിക്കോ. യെസ്, ശ്രദ്ധിച്ചോ മക്കളെ എല്ലാവരും. बाइसिकल थीव्स एक ऐसे व्यक्ति अंतोनियो की कहानी है जो बेरोजगारी और गरीबी से परेशान है. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ആദ്യമായിട്ട് പറയുന്നത്? എന്താണ്, ആരാണ് ആ കഥയിൽ എന്നല്ലേ പറയുക? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത് ഏസെ വ്യക്തി അന്തോണിയോ കി കഹാനി ഹേ. അന്തോണിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ്. ജോ ബേരോസ്ഗാരി ഓർ ഗരീബി സെ പരേഷാൻ ഹേ. ബേരോസ്ഗാരി എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. എന്താണ്? തൊഴിലില്ലായ്മയാണ്. ആ വേർഡ് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യണേ. ഓക്കെ, ബേരോസ്ഗാരി എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ. അപ്പം അന്തോണിയോ എന്താ ചെയ്യുന്നത്? തൊഴിലില്ലായ്മ, ബേരോസ്ഗാരി ഓർ ഗരീബി സേ പരേഷാൻ ഹേ. ദാരിദ്ര്യം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടൊക്കെ ആകെ മൊത്തം പരേഷാൻ, ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, ടെൻഷനിലാണ് അന്തോണിയോ എന്ന് പറയുന്നത്. ബഹുദിനോം ബാദ് ഉസേ ഏക് നൗകരി മിൽത്തി ഹേ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു ജോലി ലഭിച്ചു. നൗകരി എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബാണ്. അദ്ദേഹത്തിന് ഒരു ജോബ് ലഭിക്കുകയാണ്. എന്നിട്ടോ लेकिन उसके लिए സൈക്കിൾ को होना जरूरी है. പക്ഷേ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ ജറൂരി ഹേ, നിർബന്ധമായിരുന്നു. സൈക്കിൾ ഉണ്ടെങ്കിലേ ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഉസ്കി പത്നി സൈക്കിൾ കെ ലിയേ പൈസ ജുഡാത്തി ഹേ. അദ്ദേഹത്തിന്റെ വൈഫ് സൈക്കിളിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? പൈസ ജുഡാത്തി ഹേ. പൈസ അങ്ങനെ കളക്ട് ചെയ്യാണ് അല്ലെ? കൂട്ടിവെച്ച് സൈക്കിളിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ എന്താ സംഭവിക്കുന്നത്? നൗകരി കെ പെഹലെ ഹി ദിൻ അന്തോണിയോ കി സൈക്കിൾ ചോരി ഹോ ജാത്തി ഹേ. കഷ്ടമാണ് കഥ പറയുന്നത്. എന്താണ്? ജോലിയുടെ ആദ്യത്തെ ദിവസം തന്നെ അന്തോണിയോയുടെ സൈക്കിള് മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചോരി ഹോ ജാത്തി ഹേ എന്ന് പറഞ്ഞാൽ കളവ് പോയി, മോഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം കേട്ടോ. ചോരി ഹോ ജാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷ്ടിക്കപ്പെട്ടു. റെഡി? മോഷ്ടിക്കപ്പെടുന്നുണ്ട്. സൈക്കിൾ ना होने से उसकी नौकरी और परिवार की उम्मीद दोनों पर संकट आ जाता है. എന്താ പറഞ്ഞിരിക്കുന്നത്? സൈക്കിൾ ഇല്ലെങ്കിൽ എന്താണ്? അവന്റെ ജോലിയെയും കുടുംബത്തിന്റെയും ഒക്കെ ആകെ പ്രതീക്ഷകളെയൊക്കെ ഇത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. സൈക്കിൾ നഷ്ടപ്പെട്ടാൽ ജോലി നഷ്ടപ്പെടും. അപ്പൊ എന്തായി ചെയ്യുന്നത്? തന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെയും എല്ലാത്തിനെയും അത് നന്നാക്കി സംകട് ആ ജാത്താ ഹേ, ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കിയോ. वह अपने छोटे बेटे ब्रूनो के साथ पूरे शहर में साइकिल खोजता है लेकिन उसे नहीं मिलती. അപ്പം അന്തോണിയോ എന്താ ചെയ്യുന്നത്? തന്റെ മകനെയും കൊണ്ടിട്ട് ആ ഷഹർ എന്ന് പറഞ്ഞാൽ സിറ്റി, ആ പട്ടണം മുഴുവൻ എന്താ ചെയ്യുന്നത്? സൈക്കിൾ ഖോജ്താ ഹേ. ഖോജ്താ എന്ന് പറഞ്ഞാല് അന്വേഷിക്കുന്നു. ഓക്കെ, അന്വേഷിക്കുക. ഓക്കെ, സൈക്കിൾ മൊത്തം അന്വേഷിക്കുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ലേക്കിൻ ഉസി നെഹി മിലി. അവർക്കത് ലഭിച്ചില്ല. അന്വേഷിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ലായിരുന്നു. देखकर निराशा होकर अंत में अंतोनियो खुद एक साइकिल चुराने की कोशिश करता है. അപ്പൊ അവസാനം എന്താ സംഭവിക്കുന്നത്? ആകെ നിരാശനായി, ക്ഷീണിതനായിട്ടുണ്ട് അല്ലെ? ഒരുപാട് ചുറ്റി നടന്ന് അന്വേഷിച്ചു. അപ്പൊ ക്ഷീണിച്ചിട്ടുണ്ട്, നിരാശനായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണമാണ്. ക്ഷീണിച്ചിട്ടുണ്ട്, നിരാശനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താവാൻ തീരുമാനിക്കുന്നത്? അന്തോണിയോ ഖുദ് ഏക് സൈക്കിൾ ചുരാനെ കി കോശിഷ് കർത്താ ഹേ.
അദ്ദേഹം എന്താ ചെയ്തത്, ഒരു സൈക്കിൾ മോഷ്ടിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടോ പക്കഡ് ലിയാ ജാതാ ഹേ, പക്ഷേ പിടിക്കപ്പെടുന്നു. പക്കഡ് എന്ന് പറഞ്ഞാൽ എന്താ, പിടിക്കപ്പെട്ടു. ലേക്കിൻ ജിസ് വ്യക്തി ഈ സൈക്കിൾ ചുരാത്താ ഹേ വ ഉസ്കി ഗരീബി और मजबूरी देखकर उसे माफ कर देता है. സൈക്കിൾ മോഷ്ടിച്ചു, പിടിക്കപ്പെട്ടു, അവനെ പിടിച്ചു. അപ്പം ആ സൈക്കിളിന്റെ ഓണർ, ആ പിടിച്ച ആൾ എന്താ ചെയ്യുന്നത്, അവന്റെ കഷ്ടപ്പാടും ദുരിതവും ജീവിതം അല്ലെ, ദുരിത ജീവിതം കണ്ടിട്ട് അവരെന്താ ചെയ്യുന്നത്, ആ സൈക്കിൾ കൊടുക്കുക ചെയ്യുന്നത്, അവന് മാപ്പ് നൽകുക ചെയ്യുന്നത്, വെറുതെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. റെഡി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ, कहानी यह दिखाती है कि अंतोनियोम और उसका बेटा बीट में खोए नहीं बल्कि एक दूसरे का सहारा बने रहते हैं. കഹാനി യ ദിക്കാത്തി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, കഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അന്തോണിയോ മോറുസ്ക ബേട്ട, അന്തോണിയോയും അവന്റെ മകനും ബീറ്റ് മേം ഖോയെ നെഹീം, എന്താണ്, അവർ രണ്ടുപേരും ആ ആൾക്കൂട്ടത്തിൽ എന്താണ്, ഒറ്റയ്ക്കല്ല, അവർ പരസ്പരം എന്താണ് ചെയ്യുന്നത്, അവർ തനിച്ചല്ല, അവർ പരസ്പരം എന്താ ചെയ്യുന്നത്, ദൂസരേക്ക സഹാര ബനെ രഹത്തെ ഹേ, പരസ്പരം അവർ രണ്ടുപേരുടെ സഹായിക്കുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. സഹാര എന്ന് പറഞ്ഞാൽ പിന്തുണയ്ക്കുക, പിന്തുണ അല്ലെങ്കിൽ എന്താണ്, സഹായം. രണ്ട് വേർഡും ശരിയാണ് കേട്ടോ, പിന്തുണയ്ക്കുക, സഹായം. ഓക്കെ, അപ്പൊ അവര് ആ തിരക്കിൽ എന്താ ചെയ്യുന്നത്, പരസ്പരം ഉപേക്ഷിച്ചിട്ടിട്ട് പോവേ നഷ്ടപ്പെടുത്തുക ഒന്നുമല്ല ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്, പരസ്പരം സഹായിക്കൂ, പിന്തുണയ്ക്കുകയാണ് ആര്, അച്ഛനും മകനോട് ചെയ്യുന്നത്. അടുത്തത് അന്തുമേ, ലാസ്റ്റിലേക്ക് അവസാനത്തിൽ എന്താണ്, കഹാനി ഹമേ യ സന്ദേശ് ദേത്തി ഹേ, കഥ നമുക്കൊരു ഈ സന്ദേശമാണ് നൽകുന്നത്. കീ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ മീനിങ്, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കീ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെന്നാൽ. ഓക്കെ, എന്താ മീനിങ്, എന്തെന്നാൽ. കഥ നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. എന്താണ് തരുന്നത് നോക്കിയോളൂ, ഇമ്പോർട്ടന്റ് ആണ്. दुनिया में बहुत दुख और संघर्ष है लेकिन दया उम्मीद और इंसानियत अभी भी मौजूद है. എന്താ പറഞ്ഞിരിക്കുന്നേ, നമ്മുടെ ഈ ലോകത്ത് വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ പോലും എന്താ ചെയ്യുന്നത്, ഇൻസാനിയത്ത് അബി ബി മൗജൂദ് ഹേ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ എന്താണ്, മനുഷ്യ മനസ്സിൽ ഇപ്പോഴും എന്തുണ്ട്, മനുഷ്യത്വം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ബഹൂത്ത് ദുഃഖ് ഓർ സംഘർഷ് ഹേ, ഓക്കെ, ദുഃഖവും സംഘർഷങ്ങളൊക്കെ ഉണ്ട്. ലേക്കിൻ പക്ഷേ ദയ ഉമ്മീദ് ഓർ ഇൻസാനിയത്ത്, ദയ എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളം മീനിങ് തന്നെ ദയയാണ്. പിന്നെ ഉമ്മീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതീക്ഷ. ഓക്കെ, പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യാശ എന്നൊക്കെ പറയാം. ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാല് മനുഷ്യത്വമാണ്. ഓക്കെ, മനുഷ്യന് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും മനുഷ്യ മനസ്സിൽ, പലരുടെയും മനസ്സിൽ ഇപ്പോഴും എന്തുണ്ട്, ഈ ദയയും സ്നേഹവും സഹായിക്കുന്ന കാര്യങ്ങളും മനുഷ്യത്വവും എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് സ്റ്റോറി പറഞ്ഞു തരുന്നത്. റെഡി ആണല്ലോ, ഇത്രയേ ആ ചാപ്റ്റർ പറയുന്നേ ഉള്ളൂ. സ്റ്റോറി വളരെ ഷോർട്ട് ആക്കിയിട്ട് മിസ് ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തന്നിരിക്കുകയാണ്. റെഡി ആണല്ലോ, എല്ലാവരും നന്നാക്കി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹിന്ദി വായിക്കുമ്പോൾ മിസ്സേ കംപ്ലീറ്റ് വേർഡ്സ് മനസ്സിലാവുന്നില്ല, ചില വേർഡ്സ് ഒക്കെ മിസ്സായി പോകുന്നു, അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ബുദ്ധിമുട്ട് പറയുന്ന ആൾക്കാർ ടെൻഷൻ അടിക്കണ്ട. മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മലയാളവും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, മലയാളം കട്ടി വേർഡ്സ് ഒന്നും മിസ് യൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ വേർഡിങ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേർഡ്സ് വെച്ചിട്ട് മിസ് നിങ്ങൾക്ക് അതിന്റെ മലയാളവും ഇവിടെ തന്നിട്ടുണ്ട്. റെഡിയല്ലേ? ഹിന്ദി വായിച്ച് ഓരോ ലൈൻസ് വായിച്ചിട്ട് മലയാളത്തോട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിരിക്കും. ഏതായിരുന്നു ചാപ്റ്റർ? ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമി ലേക്ക്. അത് നല്ലോണം മൈൻഡിൽ നിങ്ങൾ കയറ്റി വെച്ചോ. ഏതാണ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമി ലേക്ക്. ഓക്കെ, കഥയല്ല, സിനിമ കഥയാണ്. ഓക്കെ അല്ലേ? അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോളൂ. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവരും അടിപൊളിയായി ഉഷാറായിട്ട് പഠിച്ചോ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.